ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാതൃഭാഷ മറന്ന് ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലുന്ന കാലത്ത് അമ്മ അറിയാൻ എന്ന സിനിമയ്ക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് MN കാരശ്ശേരി. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ റെഡ് കാർപ്പറ്റിൽ ആദരിക്കപ്പെട്ട നായകൻ ജോയ് മാത്യുവിന് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ വിഖ്യാത ചലച്ചിത്രമേളയായ കാൻ ഫെസ്റ്റിവലിൽ കാർപ്പറ്റ് റെഡിൽ പ്രദർശിപ്പിച്ച അമ്മ അറിയാൻ സിനിമയിൽ അഭിനയിച്ച ജോയ് മാത്യുവിനെ കോഴിക്കോട്ടെ കൂട്ടുകാർ ആദരിച്ചു. ചടങ്ങ് MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തമിഴും കന്നഡയും മാതൃഭാഷയുള്ളവർ ആ ഭാഷയിൽ സംസാരിക്കുന്നത് അംഗീകരിക്കാമെന്നും രമേശ് ചെന്നിത്തലയും K മുരളീധരനും പിഷാരടിയും ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തത് എന്തിന്റെ പേരിലാണെന്ന് അറിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരമൊരു വേളയിലാണ് ജോൺ എബ്രഹാമിന്റെ അമ്മ അറിയാൻ സിനിമ പ്രസക്തമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോൺ എബ്രഹാമിന്റെ പാരമ്പര്യം ജോയ് മാത്യുവിന് അവകാശപ്പെടാമെന്നും MN കാരശ്ശേരി പറഞ്ഞു. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് ജോൺ പണ്ട് പറഞ്ഞൊരു തമാശയാണ്. കോട്ടയത്ത് ജോൺ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവ ഏതൊരു ഉപദേശി പ്രസംഗിക്കാം. അപ്പൊ ജോൺ ചോദിച്ചു, എന്താ അവിടെ? അതല്ല, കർത്താവ് വെള്ളത്തിൽ നടന്നതിനെ പറ്റി ഞാൻ പറയുന്നു. ഓ, ഞാൻ 20 കൊല്ലമായി അങ്ങനെ നടക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നാണ് ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നിവിടെ നിന്ന് ആലോചിക്കായിരുന്നു, ജോൺ അബ്രഹാമിന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചു. ജോയ് മാത്യുവിന്റെ ഗുരുനാഥൻ CV ഉണ്ണി, ഷാജി പട്ടിക്കര, സജീവ് കുമാർ എന്നിവർ ജോയ് മാത്യുവിനെ പൊന്നാടയണിയിച്ചു. 40 വർഷം മുൻപ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അച്ചടക്കമില്ലാത്ത സിനിമ എന്ന് പറഞ്ഞ് തള്ളിയ സിനിമയാണ് ലോക നെറുകയിൽ അംഗീകരിക്കപ്പെട്ടത്. ജോൺ എബ്രഹാമിന്റെ ഔന്നത്യം അംഗീകരിക്കപ്പെടാൻ 40 വർഷം വേണ്ടി വന്നുവെന്നും ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളുടെ പണം കൊണ്ടാണ് ജോൺ പടം നിർമ്മിച്ചതെന്നും നിർമ്മാതാക്കളെയും വിതരണക്കാരെയും കലാമൂല്യത്തിന് വിലങ്ങുതടിയാകുമെന്ന് കരുതി അദ്ദേഹം മാറ്റി നിർത്തിയതായും മറുമൊഴിയിൽ ജോയ് മാത്യു പറഞ്ഞു. കൽപ്പറ്റ നാരായണനും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയ കോഴിക്കോട് ജില്ലാ കളക്ടറായി MS മാധവിക്കുട്ടി